നൽകി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5000 രൂപയായി ഉയർത്തണമെന്ന് കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ മുതിർന്ന പൌരന്മാർക്കും സാമ്പത്തിക പരിധി നോക്കാതെ കേന്ദ്ര സർക്കാർ നൽകുന്ന വയോവന്ദന കാർഡിലൂടെയുള്ള 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായ പദ്ധതി കേരളത്തിൽ ഉടൻ നടപ്പാക്കണമെന്ന് സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തുല്യതയുടെ സമത്വത്തിന്റെ വിപ്ലവവും ഒറ്റക്കാലിൽ നടക്കില്ല മഹാനായ വിപ്ലവകാരി പോളിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ഇടമാണ്, തുല്യ സ്ഥാനമാണ് തുല്യത. ആ സാമൂഹിക സമത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷം ഒന്ന് 2-4 വേഗമാണ് നമ്മുടെ അഭിരുചി, നമ്മുടെ സ്വഭാവം, നമ്മുടെ മനോഭാവം മാറി. കൂട്ടുകുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിലേക്ക് വന്നു. അതിന്റെ പ്രത്യേകത മാത്രമല്ല, അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിസ്മയകരമായ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിൽ മുന്നേറുന്നു. ടി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കെ സുകുമാരൻ, CV ചന്ദ്രൻ, M മനു, PP സുകുമാരൻ, VM കുമാരൻ, M ഗംഗാധരൻ, KT ശിവദാസ് എന്നിവർ സംസാരിച്ചു. ജനറൽ കൌൺസിൽ യോഗം കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. രത്നാകരൻ പിലാത്തടം, KC മൈക്കിൾ, PP അടിയോടി, മുരുകപ്പൻ ആചാരി, ജോർജ് വർഗീസ്, YMC ചന്ദ്രശേഖരൻ, P നാരായണൻ അടിയോടി, TV വിജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വയോജന സംഗമം സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. A കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.